ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും SBS മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഏറ്റവും ഈസി ആയിട്ടുള്ള അംബ്രല്ല ടോപ്പ് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്. ടോപ്പ് തയ്ക്കാനായിട്ട് ഞാനിവിടെ 3 മീറ്റർ കോട്ടൻ്റെ തുണിയാണ് എടുത്തിരിക്കുന്നത്. 38 സൈസിലുള്ള കുർത്തിയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതിൻ്റെ ലെങ്ത് ഞാൻ 42 ഇഞ്ചാണ് എടുക്കുന്നത്. ആദ്യം ഞാൻ ഈ എടുത്തിരിക്കുന്ന തുണിയുടെ നീളവും വീതിയും എത്രയുണ്ടെന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ രണ്ടായിട്ട് മടക്കിയിട്ടാണുള്ളത്. രണ്ടായിട്ട് മടക്കിയിട്ട് ഇതിൻ്റെ നീളം ഉള്ളത് എത്രയാണെന്ന് നോക്കാം. 58.5 ഇഞ്ചാണ് ഇതിൻ്റെ നീളം ഉള്ളത്. ഇനി ഇതിൻ്റെ വീതി എത്രയുണ്ടെന്ന് നോക്കാം. 43.5 ഇഞ്ചാണ് വീതി ഉള്ളത്. ഇനി നമുക്ക് മുകൾ പാട്ടിലേക്ക് ആവശ്യമായ തുണി ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ തുണി 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഞാനിവിടെ നല്ല വശത്തേക്കാണ് മടക്കി കൊടുക്കുന്നത്. നിങ്ങൾക്ക് മാർക്കിംഗ് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നല്ല വശത്തേക്കായിട്ട് മടക്കി കൊടുക്കുന്നത്. നിങ്ങൾ മടക്കുമ്പോൾ ചീത്ത വശത്തേക്കായിട്ട് മടക്കി കൊടുക്കാം കേട്ടോ. മുകൾ പാട്ടിൻ്റെ ലെങ്ത് ഞാനിവിടെ തയ്യൽ തുമ്പ് അടക്കം 15 ഇഞ്ചാണ് എടുക്കുന്നത്. 1/2 ഇഞ്ച് ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള തയ്യൽ തുമ്പും 1/2 ഇഞ്ച് താഴത്തെ സ്കേർട്ട് പാർട്ടുമായിട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പുമാണ്. 4ആയിട്ട് മടക്കിയതിൽ ഒരു സൈഡിലെ വീതി 10.5 ഇഞ്ചാണ് ഉള്ളത്. അപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ നെക്കിൻ്റെ വീതി 2.25 ഇഞ്ചാണ് എടുക്കുന്നത്. നെക്കിൻ്റെ ഇറക്കം ഞാൻ തയ്യൽ തുമ്പ് അടക്കം 5.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. റൗണ്ട് നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഫ്രണ്ടിലും ബാക്കിലും സെയിം അളവ് തന്നെയാണ്. ഷോൾഡർ ഞാൻ തയ്യൽ തുമ്പ് അടക്കം 3 ഇഞ്ചാണ് എടുക്കുന്നത്. കൈക്കുഴി 6 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടെ നിന്ന് മുകളിലേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ചെസ്റ്റ് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ ഏറ്റവും താഴെ വീതി 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് മാർക്കിങ്ങിലൂടെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പീസ് മാത്രമായിട്ട് എടുക്കുക. അതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ ഇതുപോലെ മടക്കിയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ പോട്ട്ലി ബട്ടൺസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം മുകൾ പാട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് താഴത്തെ സ്കേർട്ട് പാട്ടിന് ആവശ്യമായ തുണി ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഈ തുണി ഞാൻ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും ഓപ്പൺ ആയി കിട്ടുന്ന രീതിയിലായിട്ട് വേണം തുണി മടക്കി വെക്കാനായിട്ട്. അതിനുശേഷം നമുക്ക് തുണി ക്രോസ് ആയിട്ട് ഒന്ന് ഇതുപോലെ മടക്കി കൊടുക്കാം. എല്ലാ സൈഡും കറക്റ്റായിട്ട് തന്നെ മടക്കി കൊടുക്കുക. ഇനി ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത മുകൾ പാട്ട് ഇതുപോലെ വെച്ച് കൊടുക്കണം. എന്നിട്ട് ആ സെയിം അളവ് തന്നെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക.
അതിനുശേഷം ഏറ്റവും മുകളിൽ നിന്നും താഴേക്ക് എത്ര ഇഞ്ചാണ് ഉള്ളതെന്ന് നോക്കുക. ഇവിടെ 11.5 ഇഞ്ചാണ് ഉള്ളത്. ഈ സൈഡ് കുറച്ച് കൂടുതലുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് അളവ് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 11.5 ഇഞ്ച് തന്നെ രണ്ട് സൈഡും മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതുപോലെ റൗണ്ടായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഇതുപോലെ അളവെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അത് വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ആയിരിക്കില്ല കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. ഞാനിവിടെ തയ്യൽ തുമ്പ് അടക്കം 29.5 ഇഞ്ചാണ് എടുക്കുന്നത്. ഇതുപോലെ റൗണ്ടായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഹാഫ് സർക്കിൾ ആയിട്ടാണ് വരിക. ഇനി നമുക്ക് സ്ലീവ്സ് കട്ട് ചെയ്യാം. അതിന് വേണ്ടി തുണി 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഞാനിവിടെ 3/4 സ്ലീവ് ആണ് കട്ട് ചെയ്ത് എടുക്കുന്നത്. തയ്യൽ തുമ്പ് അടക്കം ഞാൻ സ്ലീവിൻ്റെ ലെങ്ത് 15 ഇഞ്ചാണ് എടുക്കുന്നത്. മുകൾ ഭാഗത്ത് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇവിടുന്ന് താഴത്തോട്ട് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ വരച്ചു കൊടുക്കാം. പ്ലസ് ഈ സൈഡ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം താഴെ നമുക്ക് എത്രയാണോ ലൂസ് വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യാം. പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നെക്കിന് വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്രോസ് പീസ് കട്ട് ചെയ്യാം. ഞാനിവിടെ 1 ഇഞ്ച് വീതിയിലായിട്ടാണ് ക്രോസ് പീസ് കട്ട് ചെയ്ത് എടുക്കുന്നത്. ഇനി 2 ഇഞ്ച് വീതിയിലായിട്ട് 2 സ്ട്രൈറ്റ് പീസുകൾ കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇനി പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പീസ് ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ യെല്ലോ കളർ കോട്ടൺ പീസാണ് പോട്ട്ലി ബട്ടൺസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി ഞാൻ 3 ഇഞ്ചാണ് എടുക്കുന്നത്. നീളവും 3 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ പീസ് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് കട്ടിങ്. ഇനി ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമുക്ക് മുകൾ പാർട്ടിലെ ഫ്രണ്ട് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പോട്ട്ലി ബട്ടൺസ് വെക്കാൻ വേണ്ടി നമ്മൾ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട് 2 ഇഞ്ച് വീതിയിലായിട്ട് സ്ട്രെയിറ്റ് പീസ് കട്ട് ചെയ്തെടുത്തു. അത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ പീസിനെ ഇതുപോലെ മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡും 2 ഇഞ്ച് വീതിയിലുള്ള പീസ് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ഇതിനെ 1 ഇഞ്ച് നമുക്ക് പുറം വശത്തേക്ക് കാണത്തക്ക വിധം വേണം മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഫ്രണ്ട് പീസുകൾ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് വെക്കാൻ വേണ്ടിയുള്ള പോട്ട്ലി ബട്ടൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കട്ട് ചെയ്തെടുത്ത സ്ക്വയർ പീസിലേക്ക് ഇതുപോലെ ഒരു പീസ് ചുരുട്ടിയിട്ട് കറക്റ്റ് സെന്ററിലായിട്ട് വെച്ചു കൊടുക്കണം. അതിനുശേഷം ഇതുപോലെ പിടിച്ചിട്ട് നമുക്ക് ഇവിടെ നൂലുകൊണ്ട് ഒന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുക്കുമ്പോൾ നല്ല ടൈറ്റ് ആയിട്ട് തന്നെ വേണം കെട്ടിക്കൊടുക്കാനായിട്ട്. ഒരു 3-4 കെട്ടിട്ട് കൊടുക്കണം ഇതുപോലെ ആക്കിയിട്ട്. ബട്ടൺസിന്റെ വലുപ്പമൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യാം കേട്ടോ. എനിക്ക് ആവശ്യമായത്ര പോട്ട്ലി ബട്ടൺസ് ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം സ്റ്റിച്ച് ചെയ്തെടുത്ത പീസിന്റെ ഉൾവശത്തേക്കായിട്ട് ഇതുപോലെ വെച്ചിട്ട് വേണം ബട്ടൺസ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാൻ കുറച്ച് ഇടവിട്ടിട്ടാണ് ബട്ടൺസ് വെച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇഷ്ടം വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെച്ചു കൊടുക്കാം. ഉൾവശത്ത് എക്സ്ട്രാ വരുന്ന പീസുകൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത് സ്റ്റിച്ച് ചെയ്തെടുത്ത പീസ് എടുക്കുക. ഈ പീസിന്റെ മുകളിലേക്കായിട്ട് നമ്മൾ പോട്ട്ലി ബട്ടൺസ് വെച്ചു കൊടുത്ത പീസ് ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നെക്കിന്റെ ചീത്തവശത്തേക്ക് ക്രോസ് പീസിന്റെ നല്ല വശം വെച്ചിട്ട് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി ഇതിനെ നല്ല വശത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം നമുക്ക് എത്ര വീതിയിലാണ് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മടക്കിയിട്ട് ഇതിന്റെ ഏറ്റവും സൈഡിലായിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ ബാക്ക് നെക്കും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. രണ്ടിന്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് ചീത്തവശത്തോടെ അരയിഞ്ച് വിട്ടിട്ട് വേണം ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി കൈയുടെ ഏറ്റവും താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ നൂല് പോകാത്ത ഭാഗം ആയതുകൊണ്ട് അരയിഞ്ച് മാത്രമാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. മുകൾ പീസിലേക്ക് കൈയൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഷോൾഡറിന്റെ സെന്ററും കൈയുടെ സെന്ററും ഒരേപോലെ വരത്തക്ക വിധം വെച്ചു കൊടുക്കുക. അതിനുശേഷം അരയിഞ്ച് വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഫ്രണ്ട് സൈഡിലേക്ക് സ്കേർട്ട് പാർട്ട് ജോയിൻ ചെയ്തെടുക്കാം. രണ്ടിന്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ചിട്ട് അരയിഞ്ച് വിട്ടിട്ടാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് കുർത്തിയുടെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് 1 ഇഞ്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഇനി കുർത്തിയുടെ ഏറ്റവും താഴത്തെ സൈഡ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ 1/4 ഇഞ്ച് വീതമാണ് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. കുർത്തിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ബിഗിനേഴ്സിനായാൽ പോലും ഇത് വളരെ എളുപ്പത്തിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അത്യാവശ്യം നല്ല വീതി ഉണ്ട് ഇതിന്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. ആരെങ്കിലും പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യണം. ബെല്ലൈക്കൺ പ്രസ് ചെയ്താലേ ഫ്യൂച്ചറിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.